ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ബട്ടർ ക്രീം ഐസിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബട്ടറും പഞ്ചസാരയും ഉണ്ടെങ്കിൽ നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐസിങ് ആണിത്. ഇത് കേക്ക്സിനും കപ്പ് കേക്ക്സിനൊക്കെ ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ ചാനലിൽ നിന്ന് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഒരു പാത്രത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ആദ്യം തന്നെ ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ടേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന അളവ് എന്ന് പറയുന്നത് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. ഒരു കപ്പ് എന്ന് പറയുന്നത് 240 ml കപ്പാണ് കേട്ടോ. അതുപോലെ പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് പറയുന്നത്. ഐസിങ് ഷുഗറായിട്ട് കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇതിലോട്ടേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് നല്ലതുപോലെ അരിച്ചെടുക്കുക. അപ്പോൾ നന്നായി അരിച്ചെടുത്ത് നമ്മുടെ ഐസിങ് ഷുഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള പ്രധാന ചേരുവ എന്ന് പറയുന്നത് അടുത്തത് ബട്ടറാണ്. അപ്പോൾ ബട്ടർ എടുക്കുന്ന സമയത്ത് സാൾട്ടഡ് ബട്ടറോ അൺസാൾട്ടഡ് ബട്ടറോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഈ എടുത്തിരിക്കുന്നതിൻ്റെ അളവ് എന്ന് പറയുന്നത് 3/4 കപ്പാണ് കേട്ടോ. 3/4 കപ്പ് ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ബട്ടർ എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഫ്രിഡ്ജിൽ നിന്നും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ബട്ടർ ക്രീം ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ മുന്നെയെങ്കിലും ബട്ടർ എടുത്ത് പുറത്ത് വെക്കുക. ഏത് ബൗളിനകത്താണോ നിങ്ങൾ വിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബൗളിനകത്തോട്ടേക്ക് മാറ്റുക. എന്നിട്ട് ഒന്നുകിൽ സ്പൂണോ അതല്ലെങ്കിൽ ഇതുപോലുള്ള വിസ്കോ ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടോ നോക്കുക. നല്ല സ്മൂത്തായിട്ട് നിങ്ങൾക്ക് കൈകൊണ്ടാണെങ്കിലും ചെയ്തെടുക്കാൻ കണ്ടില്ല. ഇപ്പം ഞാൻ മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് എനിക്ക് ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിനാകുമ്പം വേണം നമ്മൾ എപ്പോഴും ഈ ഒരു ക്രീം റെഡിയാക്കി എടുക്കേണ്ടത്. അതല്ലാതെ ആ നല്ല തണുപ്പോട് കൂടി ബട്ടർ ചെയ്തെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു ക്രീം ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഞാൻ ഇന്ന് വിസ്ക് വെച്ചിട്ടല്ല കേട്ടോ കാണിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഇലക്ട്രിക് ബീറ്റർ കയ്യിലില്ലാത്തവരാണെങ്കിൽ വിസ്ക് വെച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു കയ്യിലോട്ടേക്ക് പാത്രം പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് വിസ്ക് വെച്ച് ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് നമ്മൾ വിസ്ക് വെച്ച് ചെയ്യുമ്പോൾ ഇത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ബട്ടർ നമ്മൾ വിസ്ക് വെച്ച് ചെയ്യുമ്പോൾ ഫോർക്ക് വെച്ചിട്ടാണെങ്കിലും ഇത് കളർ ചേഞ്ചൊക്കെ വരും കേട്ടോ. പക്ഷേ ഒരു 3/4 മണിക്കൂറിലൊക്കെ അധികം എടുക്കും നമ്മളിതൊന്ന് വിപ്പ് ചെയ്ത് ഇത് റെഡിയാക്കി എടുക്കണമെങ്കിൽ. പക്ഷേ നമ്മുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കൈ ഒരു ബൗള് ഒരു സൈഡിലോട്ടേക്ക് പിടിച്ചിട്ട് ഇതുപോലെ നമുക്ക് വിപ്പ് ചെയ്തെടുക്കാം. നന്നായിട്ട് കളർ മാറി വരണം. അപ്പോൾ ഞാൻ ഇന്ന് അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ഈ ഒരു ഇത് കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മളിത് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പം ബീറ്റർ വെച്ചിട്ടാണെങ്കിൽ പോലും ഒരു 10 മിനിറ്റൊക്കെ എടുക്കും ഇത് നല്ല രീതിയിലൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇതിനകത്ത് നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ ബട്ടർ എടുക്കുന്ന സമയത്ത് ആദ്യം നല്ല യെല്ലോ കളറിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അത് വിപ്പ് ചെയ്ത് അതിൻ്റെ കളർ മാറി ഒരു പെയിൽ യെല്ലോ ഷെയ്ഡിലോട്ടേക്ക് വരും. പിന്നീട് അതൊരു വൈറ്റ് ഷെയ്ഡിലോട്ടേക്ക് പോകും. അപ്പോൾ അത്രയും ആകുന്ന ആ ഒരു കളർ നന്നായിട്ടൊരു പെയിൽ യെല്ലോ കളർ ആകുന്ന ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അതിന് മുന്നേ ഒരിക്കലും നിങ്ങളത് ഷുഗർ ആഡ് ചെയ്തിട്ട് വിപ്പ് ചെയ്യാൻ നോക്കരുത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ കളർ മാറി കണ്ടില്ലേ, ഇതിൻ്റെ കളർ കംപ്ലീറ്റ് ആയിട്ട് മാറി ശരിക്കും ഒരു ഓഫ് വൈറ്റ് ആ ഒരു കളറിലോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പൊടിച്ച പഞ്ചസാര ചേർക്കുന്ന സമയത്തും മുഴുവനായിട്ട് ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ബീറ്ററിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു മീഡിയം സ്പീഡിൽ, ഹൈ സ്പീഡിലല്ല മീഡിയം സ്പീഡിൽ ഇട്ടിട്ടാണ് ഞാൻ വിപ്പ് ചെയ്യുന്നത്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ബൗൾ തണുപ്പിച്ചെടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒന്നും തന്നെ ആവശ്യമില്ല. ഇപ്പോൾ മാക്സിമം നമ്മൾ ആ ഉള്ള ഷുഗറൊക്കെ ബാച്ചായി ചേർത്തിട്ട് ഇതുപോലെ വിപ്പ് ചെയ്തെടുക്കുക. വിസ്ക് ഉപയോഗിക്കുന്നതാണെങ്കിലും സെയിം തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ പാല് കംപ്ലീറ്റ് ആയിട്ട് പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ പാല്, തണുത്ത പാലായാലും നോർമൽ ടെമ്പറേച്ചറുള്ള പാലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനുശേഷം നമ്മളൊന്ന് വിപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ സൈസ് ശരിക്കും നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിൽ എടുത്ത് അതിൻ്റെ ഒരു ഡബിൾ സൈസിലോട്ടേക്ക് നമുക്ക് ക്രീം കിട്ടും കേട്ടോ. അത്യാവശ്യം ഒരു കേക്ക് ഐസിങ് ചെയ്യാനുള്ള അത്രയും തന്നെ ക്രീം നമുക്ക് കിട്ടും. അപ്പോൾ ഈ ക്രീമിൻ്റെ കളർ കണ്ടോ, ഇതിപ്പോൾ നല്ലതുപോലെ ആ ഒരു കളർ ചേഞ്ച് ഒക്കെ വന്ന് നന്നായി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു 10-15 മിനിറ്റ് ഫ്രീസറിനകത്തോട്ട് വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്നുകൂടി അങ്ങ് മാറും, നല്ല രീതിയിൽ നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഞാനൊരു 15 മിനിറ്റിനടുത്ത് ഫ്രീസറിനകത്ത്, ഫ്രിഡ്ജിനകത്ത് താഴെത്തട്ടിനകത്തല്ല കേട്ടോ, ഫ്രീസറിനകത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് കേക്ക്സിനകത്തൊക്കെ ഐസിങ് ചെയ്യുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയും. പിന്നെ വിപ്പിംഗ് ക്രീമൊക്കെ ചില ലോ ഫാറ്റ് ക്രീമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് ലൂസായി പോകാറുണ്ട്. ഇതിന് അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്രീം വേണമെങ്കിൽ വിപ്ഡ് ക്രീമുമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ അങ്ങനെ കുറേ കേക്ക്സിന് ചെയ്തിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു ക്രീം വെച്ചിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്കത് കാണുമ്പോൾ കുറച്ചുകൂടി നല്ല വ്യക്തമാകും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് കേക്ക്സിനകത്തൊന്നും ഞാൻ ചെയ്ത് കാണിക്കാത്തത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ
കേക്ക്സ് ഒന്നും ഇല്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ തീർച്ചയായിട്ടും ഒരു ക്രീം വെച്ചിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.